ഇതോടുകൂടി ഇന്നത്തെ പരിപാടി കളവായി. ഭയങ്കര തണുപ്പ് അവിടെ. ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ജൂലൈ 27 യു കെയിലെ ഷെഫീൽഡിൽ വെച്ച് നടന്ന UK മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റത്തെ മീറ്റപ്പ് ആയിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ തലേന്ന് രാത്രി ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ബസ് കയറിയത്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ലണ്ടനിൽ നിന്ന് ഒന്നിച്ചുള്ളവരായതുകൊണ്ട് ഒന്നിച്ച് ട്രാവൽ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അന്നാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പക്ഷെ നേരിട്ട് കാണുന്നത് അന്നായിരുന്നു. 27 രാവിലെ ഒരു 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സ്റ്റേഷനിൽ നോക്കുമ്പോൾ തന്നെ ഷെഫീൽഡ് ഹലാം യൂണിവേഴ്സിറ്റി കാണുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് നമ്മളൊരു പോയിന്റിൽ എത്തും. അവിടുന്ന് നമ്മുടെ വേറൊരു ഫ്രണ്ട് വരും, എന്നിട്ട് ഒന്നിച്ച് ട്രാവൽ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഷെഫീൽഡ് എത്തിയിരിക്കുകയാണ്. രാവിലെ 5:30 ആവുന്നേ ഉള്ളൂ. ഭയങ്കര തണുപ്പ് അവിടെ. ലണ്ടനിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ചെന്നപ്പോൾ ക്ലൈമറ്റ് നല്ല ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കി, കൂടെ ഗൂഗിൾ മാപ്പും നോക്കി നേരെ ഇങ്ങനെ ഫോട്ടോയോ എടുത്ത് നടക്കുമായിരുന്നു. ഇപ്പം ലണ്ടനിൽ നിന്ന് മാറിയപ്പോൾ തന്നെ ഫുള്ള് ട്രാമാണ്. അതായത് നമുക്കിവിടെ ബസ്സുകൾ അധികം ഇല്ല. ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എപ്പോഴും ബസ്സുകൾ അവൈലബിൾ ആണ്, പക്ഷെ ഇവിടെ ട്രാംസ് ആണ്. അപ്പം ലണ്ടനിൽ നിന്ന് പെട്ടെന്ന് വരുമ്പം ഇങ്ങനെ ട്രാംസ് കാണാത്തവരൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഞാൻ ഒരു വട്ടം റോയ്ഡനിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അത് ട്രാവൽ ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ ഇപ്പോഴായിരുന്നു കാണുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് ലണ്ടനിലെ തിരക്കിന്ന് മാറി ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വഴിതെറ്റിപ്പോയി. പിന്നെ ഞങ്ങൾ അബീസിക്കനെ വിളിച്ച് വഴിയൊക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ നടന്നു. പിന്നെ ഫ്രണ്ടിൽ അബീസിക്ക് പോകുന്നു, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബാക്കിൽ പോകുന്നു. ഇവിടെ ഇങ്ങനെ കുറേ കയറ്റം, ചെറിയ ചെറിയ കുന്നുകൾ പോലെയാണ് എല്ലാ വഴികളും. അവിടുത്തെ വീട്ടിൽ ചെന്ന് നമ്മളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ റെഡി ആയിട്ട് പിന്നെ ഇറങ്ങുമായിരുന്നു ചെയ്തത്. നമ്മുടെ ലൊക്കേഷനിലേക്ക് നമുക്കൊരു 20 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കുന്ന വഴിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് കണ്ടു. വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് UK-യിലുള്ളത്. അപ്പം ഈ ഒരു ഏരിയയിൽ കുറേ സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് ഉണ്ട്. ഇപ്പോൾ ലണ്ടൻ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റുഡൻസ് വന്നാലും കൂടുതലും താമസിക്കുന്നത് റെന്റഡ് ഹൗസിലൊക്കെ തന്നെ, ഷെയറിങ്ങിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇങ്ങനെ സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം മിറർ വീഡിയോസും ട്രാം വീഡിയോസും എല്ലാം എടുത്തിട്ട് ഞങ്ങളിപ്പോൾ നേരെ ചെല്ലാൻ പോകുന്നത് ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റ് ഷെഫീൽഡിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ UKMCCയുടെ ഫസ്റ്റ് മീറ്റപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെക്കറേഷൻസിനുള്ള പരിപാടികൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുമായിരുന്നത്. അപ്പോൾ വിശാലമായ ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാൻ കയറി ചെന്നപ്പോഴത്തേ അവിടെ ഓൾറെഡി ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനും കൂടെ അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ബലൂൺസ് ഒക്കെ വീർപ്പിച്ച് സെറ്റാക്കി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് തൊട്ടപ്പുറത്ത് ക്രിസ്റ്റൽ ബാർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ. ഇവിടെയാണ് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഹാള് സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ലൈറ്റ്സ് എങ്ങനെ ചെയ്യണം, ക്യാമറ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ഡിസ്കഷൻസ് നടക്കുന്നു. മീൻവൈൽ ഞങ്ങൾ ബാക്കി ഡെക്കറേഷൻസിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കൊരു വലിയൊരു നിലവിളക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മീറ്റപ്പിന് വരുന്ന എല്ലാവർക്കും UKMCCയുടെ ഈ ബാഡ്ജ് ഉണ്ടായിരുന്നു. ചില മൊമെന്റ്സിൽ എനിക്ക് ഒരുപാട് പേരോട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുമ്പോഴൊക്കെ അത് സപ്പോർട്ട് ചെയ്യാനും അത് കാണാനും ആളുകൾക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു ചെറുതാണെങ്കിലും ഒരു സപ്പോർട്ട് ആളുകൾ നമുക്ക് തരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പം ഈ വലിയൊരു ഗ്രൂപ്പിന്റെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് ബാഡ്ജിന് പുറമെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഐക്കണും കൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കയ്യിലൊക്കെ കെട്ടാനായിട്ട്. അതിൽ നമുക്കൊരു നമ്പർ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് ആ നമ്പർ നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു ലോട്ട് എടുത്തിട്ട് നമ്മൾ ആ ആൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോട്ട് എടുക്കാനുള്ള നമ്പർ ഈ ഒരു ഐക്കണും ഉണ്ടായിരുന്നത്. ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു സ്റ്റേജ് എല്ലാം സെറ്റായി. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. കുറേ പേരെയൊക്കെ പരിചയമുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല.
അങ്ങനെയുള്ളവരെ കുറേ പേരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ സീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തും നമ്മൾ ഒഫീഷ്യലായിട്ട് പരിപാടി ഇങ്ങനെ തുടങ്ങുമായിരുന്നു. അങ്ങനെ UKMCC ഫസ്റ്റ് മീറ്റപ്പിന് ഇനാഗുറേഷൻ നടത്തിയത് ബാലഗോപാൽ സാറാണ്. സാർ ജേർണലിസ്റ്റാണ്, ഇവിടെ BBC സ്റ്റാഫാണ്. ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയനെ പറ്റിയും കണ്ടന്റ് ക്രിയേഷനെ പറ്റിയും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും എല്ലാം അവിടെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളുകളായി വീഡിയോ ക്രിയേറ്റേഴ്സ് ആയിട്ടും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയാനും ഹാക്കിങ്ങിനെ പറ്റിയും അങ്ങനെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് തന്നെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ പറ്റി. ഒഫീഷ്യലായിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു പാട്ടോടു കൂടി നമ്മൾ പരിപാടി ആരംഭിച്ചാണ്. ഷെഫീഖാണ് ചെറുതായിട്ടൊരു പാട്ടൊരു ചെടിക്കൂട് തുടങ്ങിയത്. പിന്നെ അങ്ങ് ആളി കത്തുമായിരുന്നു. കാരണം പ്രായം പോലും നോക്കാതെ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നും ഇല്ലാതെയാണ് എല്ലാവരും പിന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. മേ ബി എല്ലാവർക്കും ഇങ്ങനെ ഒരു മച്ച് നീഡഡ് ബ്രേക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേരുടെ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടായിരിക്കണം എല്ലാവരും പെട്ടെന്ന് അങ്ങ് സെറ്റായി വൈബായത്. ഇത് ഇംനാക്കാണ്. ഐ വുഡ് സേ ഒരു ബോൺ ആർട്ടിസ്റ്റ് ആണെന്ന് പറയും ഞാൻ. കാരണം സ്പോട്ടിലാണ് അങ്ങനെ ഒരു ആർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തത്. കുറച്ചധികം നേരത്തെ ഡാൻസും പാട്ടും DJയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന, അതായത് ഇതിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് കാണുന്നേന്നുള്ളൊരു ഒരു വ്യത്യാസം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. കൂട്ടത്തിൽ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു നമ്മൾ. അതുപോലെ തന്നെ UK മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫസ്റ്റ് മീറ്റപ്പ് എന്നും പറഞ്ഞിട്ടുള്ള വലിയൊരു കേക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഈ മീറ്റപ്പ് സ്പോൺസർ ചെയ്തത് ഗ്രാൻഡ് കേരള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവർക്ക് നമ്മൾ ഈ ഒരു ആർട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. മാംഗോ ഷേക്ക്, ബീഫ് കട്ട്ലേറ്റ്, അപ്പം, കുറുമക്കറി, പിന്നെ നല്ല മലബാർ ബിരിയാണി. ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങി കുട്ടിപ്പടാളത്തിൻ്റെ കൂടെ ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കത്തീഡ്രൽ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നു. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ബൈ പറഞ്ഞ് പോയത്. അങ്ങനെ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോങ് ഡേ തീർന്നു. ഇനി തിരിച്ച് ലണ്ടനിലോട്ട്. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അങ്ങനെ ഷെഫീലിനോട് ബായും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. തലേദിവസം ബസ്സിൽ തന്നെ ഇരുന്ന് ഉറങ്ങിയതുകൊണ്ട് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ അധികം കഥ പറച്ചിലൊന്നും പോയില്ല. ഒന്ന് ഇരുന്ന് ഉറങ്ങി തല എവിടെയോ ഇടിച്ച് പിന്നെ എണീച്ച് ഞാനൊന്ന് ബസ്സിലെ വാഷ്റൂമിൽ പോയി. എന്നെ തന്നെ നോക്കി എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. തിരിച്ചു വന്ന ഒരു ആപ്പിൾ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് നോക്കിയപ്പോഴത്തേനും മിസ്സിടത്ത് ഉറങ്ങിയിരുന്നു. പിന്നെ ഇങ്ങനെ കാല് മടക്കി വെച്ചിരുന്ന ഒരു സുഖമില്ലാത്തതുകൊണ്ട് നേരെ കാണുന്ന ഈ സീറ്റിലോട്ടിരുന്ന് അങ്ങനെ നിവർന്ന് കിടന്നുറങ്ങി. അപ്പം ശരി, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. ബൈ.